അവൻ മനോഹരപ്പൂരിലെ കൺവെൻഷൻ കഴിഞ്ഞ് അവൻ തന്റെ പാർപ്പിടമായിരിക്കുന്ന അവൻ സ്വന്തം സ്ഥലമായിരിക്കുന്ന അവൻ വാരിപ്പതിയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം അർദ്ധരാത്രിയിൽ തനിക്ക് കഴിയാത്തതിന്റെ പേരില് അവൻ കല്ലിയ മനോഹരപ്പൂരിലുള്ള ആ സ്ഥലത്താണ് തന്റെ വാഹനത്തിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്കറിയാം സുവിശേഷ വിരോധികൾ രാത്രിയുടെ 1 മണിക്ക് അവൻ കല്ലിയ അവിടെയുള്ള സന്താളി ഭവൻ ഒരു കൊയ്ത്താണ് മയൂർവഞ്ച് കയറ്റൂർ ജില്ലകളിൽ തമ്പുരാൻ പ്ലാനിട്ടിരുന്ന സ്തോത്രം. നമുക്കറിയാം കല്ലറയുടെ മുമ്പിൽ എഴുതിവെച്ചിട്ടുണ്ട്, അവൻ നിന്റെ ജീവന് പകരം ഞാൻ ആത്മാക്കളെയും നിനക്ക് പകരം ഞാൻ ജാതികളെയും എഴുന്നേൽപ്പിക്കും. 4 ദിവസം സെമിനാരി ക്ലാസ് എടുത്തു കൊടുക്കും. അങ്ങനെ കടന്നുപോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എല്ലാ വാഴപ്പുളി മരങ്ങൾ നിറയപ്പെട്ട ഒരു താഴ്വര കാണിച്ചിട്ട് പറഞ്ഞു, ഈ ദേശത്തേക്ക് ഞാൻ നിന്നെ അയക്കും, അവിടെ ഒരു കൊയ്ത്തുണ്ട്. സ്തോത്രം. മക്കളെ, അവൻ കല്ലിയ ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് കുമ്പനാട് കൺവെൻഷന് ജനുവരിയിൽ അവിടെ നടക്കുമ്പോൾ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ സെഷനില് കോട്ടയംകാർ ഞങ്ങൾ യൂത്ത് ഒന്നിച്ച് ഞങ്ങൾ ഫാമിലി ഒന്നിച്ചായിരിക്കുമ്പോൾ കർത്താവിന് 3942 വിശ്വാസികളായി അവൻ കല്ലിയ 110 മിഷനറിയിൽ തരുവാൻ കർത്താവിന്റെ സ്തോത്രം. അവൻ കല്ലിയ കഴിഞ്ഞ വർഷവും ആ 2 ജില്ലകളിൽ തന്നെ 191 പേർ സ്നാനപ്പെട്ടു. ഈ വർഷം 42 പേർ സ്നാനപ്പെടുവാൻ ഇടയായ സ്തോത്രം. അവൻ കല്ലിയ എതിർപ്പുകളില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല. പൗലോസ് പറയുന്ന പോലെ പലപ്പോഴും പ്രാണഭയത്തിലാ, എങ്കിലും പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. സ്തോത്രം. ദൈവം തന്നൊരു ശുശ്രൂഷ, അത് ഒറീസയുടെ മണ്ണിലെങ്കിൽ ഒറീസയുടെ മണ്ണിൽ, ഗുജറാത്തിലെങ്കിൽ ഗുജറാത്തിൽ, ബീഹാറിലെങ്കിൽ ബീഹാറിൽ, ആഫ്രിക്കയുടെ മണ്ണിലെങ്കിൽ ആഫ്രിക്കയുടെ മണ്ണില് ആ വേല തികച്ചടിക്കണമെന്നുള്ള ഒറ്റ സമർപ്പണത്തോടുകൂടി ആരംഭിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, അവൻ കല്ലിയ ഇന്ന് ഈ കഴിഞ്ഞ ഞായറാഴ്ചയും ഞങ്ങളുടെ വിശ്വാസികൾ ധാരണമായി അവൻ കല്ലിയ പീഡിപ്പിക്കപ്പെട്ടു. സ്തോത്രം. പീഡനമില്ലാഞ്ഞിട്ടല്ല, 2013 തൊട്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട് ദൈവമക്കളെ. അവൻ കല്ലിയ 2013 ഞാൻ പാർക്കുന്ന സ്ഥലത്തു നിന്ന് 18 കിലോമീറ്റർ അകലെ ബാലസോർ ഡിസ്ട്രിക്റ്റിലെ നീലഗിരി ബ്ലോക്കില് അവൻ എല്ലാ ദിവസവും വ്യാഴാഴ്ച രാത്രി ഞാൻ മീറ്റിംഗ് നടത്തുന്നു പോകാറുണ്ട്. ഒരു രാത്രി അവിടെയുള്ള മകേശ്വർ പ്രധാനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇന്ന് രാത്രി നീ കടന്നു വേണ്ട, അവൻ ഇവിടെ അനേകർ അവൻ നമ്മെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരിക്കുക. വൈഫിനെ കുഞ്ഞിനെ ഭവനത്തിലാക്കിയിട്ട് വേറെ ദൈവദാസന്റെ ഭവനത്തിൽ കടന്നുപോയി ഞാൻ മുഴുകാലം മുടക്കി പ്രാർത്ഥിച്ചു. രാത്രി 11 മണിയായപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, രാജേന്ദ്ര സിംഗ്. കർത്താവ് തന്ന വെളിപ്പാട് കർത്താവ് എന്നോട് പറഞ്ഞു, എന്റെ കരത്തിന്റെ ശക്തി ആ ദേശത്ത് ഞാൻ വെളിപ്പെടുത്തും. സ്തോത്രം. ആ നീലഗിരിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ കടന്നു ചെല്ലുന്ന വർഷം അവൻ ഞങ്ങൾക്ക് മുമ്പ് 2 ദൈവദാസന്മാരെ അവിടെ അയച്ചു. അദ്ദേഹത്തിന്റെ പേര് ബുദ്ധിയായി എന്നാണ്. ബുദ്ധിയായി വേറൊരു വിശ്വാസി കൂടെ കടന്നുപോയി 18 കിലോമീറ്ററുള്ള സുവിശേഷം പങ്കുവെച്ചു. അന്ന് പകല് ആ 2 ദൈവദാസന്മാരെ വലിയ പുരുഷത്തിൽ വലിച്ചു മുറുക്കി കെട്ടിവെച്ച് നീറിന്റെ കടിയേറ്റ് അങ്ങനെ അവർ കിടക്കുകയാണ്. അവർക്കറിയത്തില്ല രാത്രിയിൽ ആരോ വന്നവരെ അടിച്ചുവിട്ടു. ഇന്നും അവർക്കറിയത്തില്ല ആരാണ് അടിച്ചുവിട്ടത്. ഞങ്ങൾ അവിടെ കടന്ന പിറ്റേ ഒരാഴ്ച 50-ലധികം പേര് ആനകൾ കയറിയ ദേശം മുഴുവൻ നശിപ്പിച്ച്, വിളകൾ നശിപ്പിച്ച് അവൻ കല്ലിയ ജനത്തിന്റെ മേലെ ഒരു ഭീതി വന്നിരിക്കുന്ന സമയത്താണ് അവൻ കല്ലിൽ ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് കൂടെ ആരംഭിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, അവൻ കല്ലിൽ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് മിത്രപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവൻ കല്ലിയ വേറൊരു ദൈവദാസനുമായി ഒരു സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നല്ല മഴയുള്ള സമയമാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീലഗിരിയിലേക്ക് നീ കടന്നു പോകണം. എന്നോടൊപ്പം പുറകിലിരിക്കുന്ന സന്തോഷ് ഭാഗ്യന്റെ ദൈവദാസൻ പറഞ്ഞു, വേണ്ട സാറേ, നമ്മൾ കടന്നുപോയാൽ നമ്മളെ ആക്രമിക്കും, അവരെന്തിനും തയ്യാറായിട്ടിരിക്കുക. എന്നാൽ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് അവനെ നിർബന്ധിച്ചു. ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്ന ദിനേശ് എന്ന് പറയുന്ന സഹോദരന്റെ വീടിന് 3 വർഷത്തിന് മുമ്പ് 3 വീടിന് മുൻപായിട്ട് അവൻ കല്ലിയ ഒരു ഭവനത്തിന്റെ മുമ്പില് വലിയ മുറവിളികൾക്കാ അലർച്ചകൾക്കാ കടന്നു ചെന്ന് നോക്കുമ്പോൾ 43 വയസ്സുള്ളതായ രാജേന്ദ്ര സിംഗ് ഇടിമിന് മുന്നിലേറ്റ് ചേതനേറ്റ് കിടക്കുന്ന ശരീരമാ കണ്ടത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവൻ കല്ലിയ അവൻ ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിപ്പിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം സുവിശേഷത്തിന്റെ ശക്തിയെ തകർക്കുവാൻ അവൻ ഒരു ശക്തിക്കും ഇന്ന് പകൽക്കാലം കഴിയത്തില്ലെന്ന് അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഞാൻ വിളിച്ചു പറയട്ടെ. അവൻ ഇന്ന് പകൽക്കാലം ഞാൻ പ്രത്യാശയോടെ വിളിച്ചു പറയട്ടെ, നീലഗിരി, മിച്ചുവ, മിത്രപ്പൂർ, സിമിലിബന്ധ ആ ബ്ലോക്കിൽ 4 മിഷൻ സഭകളെ കർത്താവ് തന്നു, 4 ആരാധനാലയങ്ങളെ കർത്താവ് തന്നു. ഇന്ന് പകൽക്കാലം അവൻ കല്ലിയ അവിടെ ദൈവത്തിന്റെ പദ്ധതി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക.
2013 ഡിസംബർ 21 വീട്ടിൽ നിന്ന് ഏകദേശം 73 കിലോമീറ്റർ അകലെ ഭദ്രക്ക് ഡിസ്ട്രിക്റ്റിന്റെ സൂര്യാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ അവിടെ 3 മാസമായി ആരംഭിച്ച ഒരു വേല പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഇനാഗ്രേറ്റ് ചെയ്യുവാൻ അവൻ തന്നെ ഞാൻ പലപ്പോഴും ഒറ്റയ്ക്ക് കടന്നു പോകും. വൈഫും കുഞ്ഞുമായിട്ട് ഞങ്ങൾ അന്ന് ഒരു ടാക്സി വിളിച്ച് അവിടെ കടന്നുപോയി. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നിട്ട് പറഞ്ഞു, ഞാനൊരു മൃഗ ഡോക്ടറാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഹേമന്ത് ഭദ്രയ്ക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അവിടെ എനിക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാം. അദ്ദേഹം വന്നാൽ ഇരുന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് അവനൊരു പൂജാരി ഉൾപ്പെടെ 8 അവൻ ബജറംഗൽ വിളിച്ചുകൊണ്ട് വന്ന അവൻ കല്ലുക നിർത്തുന്നതിന്റെ പദപരിവർത്തനം, നിർത്തുന്നതിന്റെ പ്രസംഗമെന്ന് ആക്രോശിച്ചുകൊണ്ട് വലിച്ചിരിച്ചുകൊണ്ട് അവൻ ആക്രമിക്കുവാൻ തക്കവണ്ണം റോഡിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി അവിടെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ അവൻ കല്ലേറിയ ഭീകരവാദികളുടെ മധ്യത്തില്, നക്സലിറ്റിന്റെ മധ്യത്തില്, ബജറംഗലിന്റെ മധ്യത്തില്, ബിജെപിയുടെ ശക്തിയുടെ മധ്യത്തില് ഇന്ന് പകൽക്കാലം അവരുടെയൊക്കെ ലിസ്റ്റിൽ ഞങ്ങളുടെ പേരുകൾ ചേർത്തിരിക്കുക. അവൻ കല്ലേറിയ എങ്കിലും ഇന്ന് പകൽക്കാലം പ്രാണനെ വിലയേറിയ എണ്ണുന്നില്ല. ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ഈ ആയുസ് വാർദ്ധക്യം വെക്കുന്നതിന് മുമ്പ് അവൻ ഈ ശരീരത്തിൽ നിന്നും 1000 തുള്ളി രക്തം ഒറീസയുടെ മണ്ണിൽ പിന്നാൽ 1000 മിഷണറിമാരെ എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുക. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അവൻ കല്ലേറിയ അതിലും വാർദ്ധക്യമെത്തി ഒരു സാധാരണ മരണമല്ല, ഒറീസയുടെ മണ്ണില് ഒരു രക്തസാക്ഷിയായി മരിക്കുവാൻ തക്കവണ്ണം ഒരു ഫിലിപ്പും തിമോത്തിയും ബെഥനിയുടെ മണ്ണില് ഊട്ടിട്ട് ക്രിസ്തുവിനെ ചുട്ടരിച്ച ആ കണ്ടമാന പോലുള്ള സ്ഥലങ്ങളിലെ അനുഭവങ്ങൾ ദൈവസഭ മറന്നു പോകരുത്. മക്കളെ, ഈ ദിവസങ്ങളില് അതിശക്തമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയോടെ കാണുക. ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കോട്ടയത്ത് ചെന്നപ്പോൾ കർത്താവ് കാണിച്ച ദർശനമായ വാളമ്പുളി മരങ്ങൾ അറിയപ്പെട്ട താഴ്വര. ഒറീസയിൽ വാളമ്പുളി മരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അന്ന് പകൽ എന്നോടൊപ്പം അമേരിക്കയിലായിരിക്കുന്ന ഇന്ന് ഡൽഹിയിൽ ശുശ്രൂഷിക്കുന്ന ദിനവർഗീസ് ദേവദാസൻ അതെന്റെ സ്റ്റുഡന്റ് ആണ്, 3rd year സ്റ്റുഡന്റ്. എന്നോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവദാസൻ പറഞ്ഞു, സാറേ ഇത് തമിഴ്നാടായിരിക്കും, തമിഴ്നാട്ടിലേക്കാണ് ദൈവം അയക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, തമിഴ്നാട്ടിലേക്കല്ല, ഒറീസയിലേക്കാണ്. അവൻ നോർത്ത് ഇന്ത്യയിലേക്കാണ് കർത്താവ് ഞങ്ങൾ അയക്കുന്നത്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അവിടെ ഇന്ന് വാളമ്പുളി മരങ്ങൾ നിറയപ്പെട്ട അനേക താഴ്വരകളും മലകളും അവൻ കല്ലിയ ഇന്ന് ഞങ്ങളുടെ മിഷൻ വീടുകളായി കർത്താവോട് മാറ്റിയിരിക്കുക. വീട്ടിൽ 140 കിലോമീറ്റർ അവൻ കല്ലിൽ അന്നുണ്ടായിരുന്ന ഒരു മിഷന്റെ വാഹനം ഓടിച്ച് കടന്നു ചെല്ലുമ്പോൾ ആ വാളമ്പുളി മരങ്ങൾ നിറയപ്പെട്ട ആദ്യത്തെ താഴ്വര കണ്ടു. ആ സ്ഥലപ്പേരാണ് സിംഗനാടി. ഒറീസയിലെ ഏറ്റവും വലിയ നദിയാണ് മഹാനദി. രണ്ടാമത്തെ നദിയായിരിക്കുന്ന വൈതരണി നദിയുടെ തീരത്ത് അന്ന് ഞങ്ങൾക്ക് അവിടെ സഞ്ചരിക്കാൻ പാലമില്ല. അവൻ കല്ല് നാമൻ വള്ളമില്ല. അവൻ കല്ല് വലിയ ട്യൂബുകൾ കൊണ്ടുവന്ന് അതിനകെ ഏറി നിറച്ച് മുളകം വെച്ച് കെട്ടി സന്താലികളായ ആൾക്കാർ ഞങ്ങളെ വലിച്ച് അവൻ മറുകരയെത്തിക്കും. ദൈവമക്കളെ, അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച് കല്ലാമൻ കല്ലിയ അടിസ്ഥാനമിട്ട് ആരാധനാലയത്തിൽ ഇന്ന് 140 പേർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. കെയ്ജു ഡിസ്ട്രിക്റ്റില് അവൻ കല്ലിയ റോഹിത് മത്ര, റൈസൻ മുർമു, അങ്ങനെ 2 ദൈവദാസന്മാരുമായിട്ട് ആരംഭിച്ച വേല ഇന്ന് ഡോക്ടർ ഗ്രയാൻസൻസിന്റെ മക്കളെ ചുട്ടുകരിച്ച സ്ഥലത്ത് അവൻ കല്ലേറി ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 33 ദൈവദാസന്മാരെ കർത്താവ് തന്ന സ്തോത്രം. ഞങ്ങളുടെ കെയ്ജു മയൂർബഞ്ച് കൺവെൻഷനിൽ ഈ ക്ലാസ് നടത്തിയിട്ടാണ് വന്നത്. ഫെബ്രുവരി 12 മുതൽ മാർച്ച് 13 വരെ 5700 കിലോമീറ്ററുകൾ വാഹനം ഓടിച്ച് അവൻ കല്ലിൽ വീട്ടിൽ നിന്ന് 987 അകലെയുള്ള അവൻ കല്ലിൽ ഛത്തീസ്ഗഡിന്റെ ബോർഡറായിരിക്കുന്ന ഹോരാപ്പുട്ട് മുതൽ അവൻ കല്ലേറിയ ദൈവമക്കളെ മയൂർബഞ്ച് ഡിസ്ട്രിക്ട് വരെ അവൻ 5 കൺവെൻഷനുകൾ നടത്തി. മയൂർബഞ്ച് ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ കർത്താവിന്റെ തോമസ് മാത്യു സാറെ ഞാൻ ഓർക്കുന്നുണ്ട്. 2016 വന്ന് ശുശ്രൂഷിച്ച അനുഭവങ്ങളുണ്ട്. ദൈവമക്കളെ, അന്നൊക്കെ 400-500 പേർ, എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലുള്ള 800 പേർക്കുള്ള പന്തലിട്ടു. എന്നാൽ ആദ്യത്തെ ദിവസം രാത്രി 930, രണ്ടാമത്തെ ദിവസം മുതൽ 1280 പേർ രജിസ്റ്റർ ചെയ്തു. ആ സുവിശേഷ വേലയിൽ ആ മീറ്റിംഗിൽ തന്നെ 23 പേർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക. കർത്താവിന്റെ വരവ് താമസിച്ചാൽ 2025 ഫെബ്രുവരി മാസം കഴിഞ്ഞ അടുത്ത ബാച്ചില് 3 വർഷത്തെ കോഴ്സിന് വേണ്ടി അവൻ 50-ലധികം 3 കൺവെൻഷനായിട്ട് 50-ലധികം പേർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. അവർ ക്ലാസ്സിന് വേണ്ടി കടന്നു വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആലോചനയ്ക്കൊട്ടും അവൻ കലറിയ അനുസരണക്കേട് കാണിക്കാതെ, ദൈവത്തിന്റെ ദർശനങ്ങൾ കൊട്ടും അനുസരണക്കേട് കാണിക്കാതെ അവൻ കലറിയ കഴിഞ്ഞ 28 വർഷമായി കർത്താവിന്റെ വേലയിൽ ദൈവം ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവൻ ദൈവത്തിന്റെ ആലോചന നിവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. 2003 കട്ടപ്പന 40 ദിവസത്തെ പൂർവ്വവാസത്തിൽ ദൈവം തന്ന ദർശനം
എന്റെ വീട് സ്വന്തം സ്ഥലം വെള്ളയില. ഇന്നും അവിടെ പെട്ടിക്കകത്ത് എഴുതി ആ 40 ദിവസത്തെ ദർശനങ്ങളെ മുദ്രയിട്ട് വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്തു നോക്കും, വായിക്കും. ഇനിയും ചില ദർശനങ്ങൾ നിവർത്തിപ്പാനുണ്ട്. സ്തോത്രം. ആ ദർശനങ്ങൾ ഇന്ന് ഒറീസയുടെ മണ്ണിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവസഭ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. യൗവനക്കാർ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ഒറീസ ഇന്ത്യയിലെ ഏറ്റവും അധികം രക്തസാക്ഷികളുടെ സ്ഥലമാണ്. നമുക്കറിയാം, ഡോക്ടർ ഗ്രഹാൻസെൻസിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടുകരിച്ച വർഷം തന്നെ ആമേൻ കല്യ ബാസ്കെ എന്ന് പറയുന്ന ഒരു പിതാവ്, വിശ്വാസത്തിന് വേണ്ടി ഏകനായി തിരിച്ചവൻ, അദ്ദേഹത്തെ ആമേൻ കല്യ സുവിശേഷ വിരോധികൾ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി ഒരു മരത്തിൽ വെച്ച് കൈക്കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുവാനായിട്ടില്ല. സ്തോത്രം. അദ്ദേഹത്തെ അടക്കിയ സ്ഥലത്ത് 2018 അതിനോട് ചേർന്ന് ആരംഭിച്ച ഒരു വേലയുണ്ട്, പുതുഗിരി. ഇന്നവിടെ വലിയൊരു ആരാധനാലയം കർത്താവ് തന്നു, കൂട്ടായ്മകളെ കർത്താവ് തന്നു. അവൻ വേറൊരു സ്ഥലമാണ് മസാങ്ക എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തെ കൊന്ന അതേ മാസത്തിന്റെ അവസാനം മനോഹർപൂരില് അദ്ദേഹത്തെ ഇതുപോലെ തന്നെ മരത്തിൽ വെച്ച് കെട്ടി അവൻ കല്ലേരിയ 50 കൊല്ലുവാനായിട്ടിടയെ തീർന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് സമതപ്പ അദ്ദേഹത്തിന്റെ 5 സെന്റ് വസ്തു രജിസ്റ്റർ ചെയ്ത് അവൻ കല്ലേരിയ അവിടെയാണ് മനോഹർപൂർ ഏരിയയിലെ കൺവെൻഷൻ ഞങ്ങൾ നടത്തുന്നത്. ഈ ദിവസങ്ങളിലും മാർച്ച് 11, 12, 13 അവൻ കല്ലേരിയ 3 ദിവസം അതിശക്തമായി 480 പേർ കൂടിയ കൺവെൻഷനുകൾ അവിടെ നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. നമുക്കറിയാം, ഗ്രഹാൻസെൻസിനെ കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ദാരാ സിംഗ് ഇന്ന് ചൗദാർ ജയിലില്ല. എന്നാൽ അവൻ ആ ഗ്രാമത്തിലുള്ളതായ ചിഞ്ചു ഹെമ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ 3 ദിവസം എന്റെ കൺവെൻഷനകത്തിരുന്ന് അവൻ നിലവിളിച്ച് അവൻ മാനസാന്തരപ്പെടുന്നു ഞാൻ കണ്ട വ്യക്തിയാ. അവൻ ഗ്രഹാൻസെൻസിനെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും അവരെ പെട്രോൾ അടിച്ച് തീ കൊളുത്തി ദഹിപ്പിക്കുകയും ചെയ്ത ആ വ്യക്തിയാണ് ചിഞ്ചു ഹെമ്പർ. അവൻ കഴിഞ്ഞ 3 മാസം മുമ്പ് ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു മാനസിക രോഗിയായിട്ട് പുറത്തു വന്നു. അദ്ദേഹം മാനസിക രോഗിയായി പുറത്തു വന്നപ്പോൾ തിമോത്തി എന്ന് പറയുന്ന വാർദ്ധക്യമുള്ളതായ ഒരു ദൈവദാസൻ അദ്ദേഹത്തോട് സുവിശേഷം പങ്കുവെച്ചു. തന്റെ ഭവനത്തിൽ നിന്ന് ഭാര്യയും മക്കളും അദ്ദേഹത്തെ പുറത്താക്കി. ഇന്ന് തിമോത്തി പാസ്റ്ററിന്റെ ഭവനത്തിൽ പാർക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. ദൈവത്തിന്റെ മക്കളെ ഞാൻ പറഞ്ഞത്, സുവിശേഷത്തിന് ഇന്ന് പകൽക്കാലം ശക്തിയുണ്ട്. അവൻ കല്ലേലിയ അവൻ ആഫ്രിക്കയുടെ മണ്ണുകളില് നരഭോജികളെ അവൻ മനുഷ്യ സ്നേഹികളാക്കിയ വചനം ഇന്ന് പകൽക്കാലം ഒറീസയുടെ മണ്ണില് സുവിശേഷ വിരോധികളെ ഇന്ന് പകൽക്കാലം സുവിശേഷത്തിന്റെ സ്നേഹികളാക്കി മാറ്റുന്ന ആ വചനത്തിന് പകൽക്കാല ശക്തിയുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഓരോ മീറ്റിങ്ങുകളിലും അതിശക്തമായിട്ട് ഞങ്ങൾ ദൈവപ്രവൃത്തി കാണുകയാണ്. ഞാനൊരു ഡയബറ്റീസ് പേഷ്യന്റാ. അവൻ കല്ലേലിയ 3 വർഷങ്ങൾക്ക് മുമ്പ് പാൻക്രിയാസ് മുറിച്ചു മാറ്റുവാൻ ഒറീസയിലെ ചില ഡോക്ടേഴ്സ് പ്ലാൻ ചെയ്തു. എന്നാൽ കർത്താവിന്റെ സൗഖ്യത്തിന്റെ കാര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. അവൻ കല്ലേലിയ 44 യൂണിറ്റ് രാത്രി ഇൻസുലിൻ എടുക്കും. ഡെയിലി 5 ടാബ്ലറ്റ് ഉണ്ട്. എന്നാൽ കല്ലേലിയ പ്രിയ സാവങ്കളിന്റെ ഭരണത്തിൽ വെച്ച് 2022 നവംബർ മാസത്തില് ഒരു രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില ദൂത് തന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ദീർഘമേറിയ ഒരു ഉപവാസം ക്രമീകരിക്കണം 2022 ഡിസംബറിൽ. അവൻ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ മന ചെയ്തു. അവൻ കല്ലേലിയ പ്രിയപ്പെട്ടവരൊക്കെ മന ചെയ്തു. അങ്ങനെ ഒരു ഉപവാസം വേണ്ട. എന്നാൽ ഒരു ദിവസം സുപ്രഭാതത്തില് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്ന് നിന്റെ ഉപവാസം ആരംഭിക്കണം. ഉപവാസം ആരംഭിച്ച ദൈവമക്കളെ, ഇൻസുലിനും മെഡിസിനും എല്ലാം മാറ്റിവെച്ച് മല്ലിവെള്ളം മാത്രം തിളപ്പിച്ചു കുടിച്ച് ആരംഭിച്ച ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ചില രാജ്യങ്ങളെ കുറിച്ച് ദർശനം തന്നു. ചില ദേശങ്ങളെ കുറിച്ച് ദർശനം തന്നു. അവൻ കഴിഞ്ഞ മാസം ഞാൻ കുവൈറ്റിൽ ശുശ്രൂഷിക്കുമ്പോൾ ഏകദേശം 45 അവൻ തന്റെ മീറ്റിംഗുകളിൽ വചനം പ്രസംഗിച്ചപ്പോൾ കുവൈറ്റിൽ നടക്കുവാൻ പോകുന്ന ഒരു ഉണർവിനെ കുറിച്ച് കർത്താവ് തന്ന ദർശനങ്ങളോട് പങ്കുവെച്ചു. ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. അവൻ കല്ലേലിയ 2022 അവസാനത്തില് പരിശുദ്ധാത്മാവ് പറഞ്ഞു, രക്തസാക്ഷികളുടെ നിലമായിരിക്കുന്ന ഒറീസയിൽ ഞാനൊരു ഉണർവിനെ ആരംഭിക്കും. ആ ഉണർവ് അവൻ കല്ലേലിയ അത് എവിടെയൊക്കെ വ്യാപിക്കും. അത് കേരളം മുതൽ അങ്ങ് കാശ്മീർ വരെ വ്യാപരിച്ച് ഇന്ത്യയുടെ 28 സ്റ്റേറ്റുകൾ മാത്രമല്ല അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു ഉണർവിനെ ഞാൻ അയക്കും. സ്തോത്രം. ദൈവമക്കളെ, ജനുവരി 1-ാം തീയതി ഉപവാസം കഴിഞ്ഞു. 2-ാം തീയതി യാത്ര ആരംഭിച്ചു. നാരായണപൂർ ഛത്തീസ്ഗഡില് അന്ന് സുവിശേഷത്തിന് വേണ്ടി ശക്തമായി പീഡ അനുഭവിക്കുന്ന ജനത്തിന്റെ മധ്യത്തില് അവിടെ മുതല് മയൂർഭഞ്ച്
5 വരെ അന്ന് 5 ക്രൂസേഡുകൾ നടത്തുവാൻ ദൈവം സഹായിച്ചു. ഞാൻ പറഞ്ഞത് അമേരിക്കൻ ദൈവത്തിന്റെ പദ്ധതികൾ അവിടെ ഞങ്ങൾ കാണുവാൻ തുടങ്ങി. 2023 ഈ മയൂർബഞ്ച്, കേഞ്ചൂർ, മാൽക്കങ്കരി, ഹോരാപ്പുട്ട് ചില സ്ഥലങ്ങളിലെ ഉണർവിനെ കർത്താവ് ആരംഭിച്ചു. അതിന്റെ ശക്തമായ ഒരു മറുപടി 24 ഞങ്ങൾ കാണുവാനായിട്ട് സ്തോത്രം. ഈ 2024 ഈ 5 കൺവെൻഷനിൽ ഞങ്ങൾ കണ്ടത് ഉണർവിന്റെ ശക്തമായ കൊടുങ്കാറ്റിനെയാണ് ഞങ്ങൾ കാണുവാനായിട്ട് സ്തോത്രം. ദൈവമക്കളെ, പകൽക്കാലം പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല. കഴിഞ്ഞ 2023 മെയ് മാസത്തിൽ 7 ദിവസം വീണ്ടും ഉപവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു ദർശനം തന്നു. ഈ നീലഗിരി എന്ന് പറയുന്ന മലയുടെ മുകളില് എന്നെയും വൈഫിനെയും പുറകോട്ട് കൈകൾ വെച്ച് കെട്ടി ഇരുവശത്തും ശൂലം കുത്തി ചെവിയിൽ പിടിച്ചിട്ട് കഴുത്തിന് വാൾ വെച്ച് ഞങ്ങളുടെ മുമ്പിൽ ചില വിശ്വാസികളുടെ കഴുത്തോത്ത് കൊണ്ടുവന്നു. 2022 പരിശുദ്ധാത്മാവ് പറഞ്ഞു, ചില ആരാധനാലയങ്ങൾ തകർക്കപ്പെടും, ഞാനുൾപ്പെടെ ജയിലിലേക്ക് പോകും, ചില ജീവിതങ്ങൾ രക്തസാക്ഷിത്വം വഹിക്കും. എന്നാൽ 2024 അവസാനം മുതൽ ഒരു ഉണർവിന്റെ ശക്തി ഒറീശ്വരമണിൽ ആഞ്ഞടിക്കും. സ്തോത്രം. അത് കഴിഞ്ഞ് കല്ലിൽ 7 ഉപവാസം കഴിഞ്ഞ് ബാലസോർ ഡിസ്ട്രിക്റ്റിലുള്ള 40 ദൈവദാസന്മാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, നീ ഇങ്ങനെ പ്രവചിക്കാൻ പറഞ്ഞു. കല്ലിൽ എന്റെ കയ്യിൽ അന്ന് കുടിക്കുവാൻ വെച്ച് മേശപ്പുറത്ത് വെച്ച് 1 കുപ്പി വെള്ളമുണ്ട്, 1 ലിറ്റർ വെള്ളം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ വെള്ളം ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രവചിക്ക. ഈ 1 കുപ്പി വെള്ളത്തിന് പോലും ക്ഷാമം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതുപോലും ലഭിക്കാത്ത രീതിയിലുള്ള ഒരു ക്രിസ്തീയ പീഡനം ഒറീസയുടെ മണ്ണിൽ, പ്രത്യേകിച്ച് മയൂർബഞ്ച്, കേഞ്ചൂർ, ബാലസോർ ഡിസ്ട്രിക്റ്റുകളിൽ ഉണ്ടാകും. 42% ക്രിസ്ത്യാനികളുള്ള മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത്? കോഴിയെ കണ്ടിക്കുന്ന പോലെ ജീവിതങ്ങളെ ചുറ്റുകണ്ടിക്കുമ്പോൾ, ജീവിതങ്ങൾ ചുട്ടരിയപ്പെടുമ്പോൾ, ഇന്ന് പകൽക്കാലം 2% മാത്രം ക്രിസ്ത്യാനികളുള്ള ഒറീസയുടെ മണ്ണിൽ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? 2008 ഞാനിന്ന് രാജസ്ഥാനിലാണ് സൂക്ഷിക്കുന്നത്. കന്തമാൾ കരയെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. രാജസ്ഥാനിൽ ഞാൻ റിലീഫ് വർക്കിന് വേണ്ടി കന്തമാളെത്തി. ദൈവമക്കളെ, കന്തമാളില് തുമിടിബന്ധ്, ബരാക്കോമ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ആദ്യത്തെ പീഡനം ആരംഭിച്ചത് ബറാക്കോമയിലാണ്. 108 ക്രിസ്ത്യൻസിനെ ചുട്ടുകരിച്ച കന്തമാളിൽ ഇന്ന് ഞങ്ങൾ IPCക്ക് 24 പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ 22 വർഷം മുമ്പ് അവിടെ ആരംഭിച്ച വേലകൾ, ആദ്യത്തെ ആരാധനാലയം 2023 മാർച്ച് മാസത്തില് അവിടെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ബറാക്കോമ ആദ്യത്തെ പീഡനുണ്ടായ സ്ഥലത്ത് മനോഹരമായ ആരാധനാലയം ഉണ്ടായ. സ്തോത്രം. 31ാമത്തെ ആരാധനാലയത്തിൽ ഹോരാപ്പുട്ടില് കല്ലിട്ട് പണി ആരംഭിച്ചിട്ടാ പോകുന്നത്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഉണർവിന്റെ കാറ്റിനെ ഞാൻ അയക്കും. മയൂർബഞ്ച് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് 26 ബ്ലോക്കുകളാ. നമുക്കറിയാം, ഓരോ ഡിസ്ട്രിക്റ്റിലും ചെല്ലുമ്പോൾ വ്യത്യസ്തമായ ഭാഷകളാണ്. ഒറീസ സ്റ്റേറ്റിൽ 30 ഡിസ്ട്രിക്ട്, എന്നാൽ 12 ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ ഒരേ ഒരു മലയാളി പാസ്റ്റർ മാത്രം, ഞങ്ങൾ ഒരേ ഒരു മലയാളി വിശ്വാസി. ദൈവമക്കളെ, ഭുവനേശ്വർ കഴിഞ്ഞ് അങ്ങോട്ട് ആരുമില്ല. 1000-1200 പേര് കൂടുന്ന കൺവെൻഷനും ഞാനും വൈഫും ആരെങ്കിലും ഗസ്റ്റ് പാസ്റ്റർമാരുണ്ടെങ്കിൽ മലയാളികൾ അവർ മാത്രമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവിടെ തീഷ്ണതയോടെ കഷ്ടത സഹിപ്പാൻ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ ദൈവം ഒരു കൂട്ടം ജനത്തെ ആ ദേശങ്ങളിൽ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രശ്നത്തിന്റെ മധ്യത്തിലും 2 ആഴ്ചക്ക് മുമ്പും ഞങ്ങളുടെ ഹസൻപൂർ എന്ന് പറയുന്ന, അതായത് തോമസ് മാത്യു പാസ്റ്റർ സപ്പോർട്ട് ചെയ്തിരുന്ന അഭിരാം പാസ്റ്ററുണ്ട്, അദ്ദേഹത്തിന്റെ മിഷൻ ഫീൽഡില് 2 ആഴ്ചക്ക് മുമ്പ് 70 വിശ്വാസികളെ വളരെ ക്രൂരമായി മർദ്ദിച്ച്, ചില വാഹനങ്ങൾ കത്തിച്ച്, ചില വീടുകൾ കത്തിച്ചു കളഞ്ഞ അനുഭവങ്ങളുണ്ട്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും ആരും പിന്നോട്ട് പോയിട്ടില്ല. ഇന്ന് പകൽക്കാലം പിന്നോട്ട് പോകാൻ തമ്പുരാൻ നമ്മെ വിളിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം മുൻപോട്ട് പോകുവാൻ, യൗവനക്കാരെ ഇന്ന് പകൽക്കാലം മുൻപോട്ട് പോകുവാൻ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് പകൽക്കാലം മുൻപോട്ട് പോകുവാനാണ് തമ്പുരാൻ നമ്മെ വിളിച്ചത്. നമുക്കറിയാം, 2ാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ഹിറ്റ്ലർ തന്റെ മുഴു ശക്തിയോടുകൂടി പോളണ്ടിനെ ആക്രമിച്ച്, ചെക്കോസ്ലോവാക്കിയെ ആക്രമിച്ച്, ഓരോ ദേശങ്ങൾ പിടിച്ചടക്കി വരുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഓരോ ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരികയാണ്.
ഇംഗ്ലണ്ടിൽ കടന്നു വരുമ്പോൾ അവൻ വിൻസ്റ്റൺ ചർച്ചിലുമായിട്ട് സഖ്യത കൂടി, അല്ലെങ്കിൽ ഹിറ്റ്ലറുമായി സഖ്യത കൂടി സമാധാനം ഉണ്ടാക്കണമെന്ന് അവിടെയുള്ള പ്രിയപ്പെട്ടവര് വിൻസ്റ്റൺ ചർച്ചിനോട് ആവശ്യപ്പെടുവാനായിട്ട് ഇടയെ തുടങ്ങി. എന്നാൽ അങ്ങനെ സഖ്യതയ്ക്ക് വേണ്ടി തയ്യാറായില്ല. വിൻസ്റ്റൺ ചർച്ചിൽ എന്താണ് ചെയ്തത്? അന്ന് ആ പ്രതിസന്ധിയുടെ മധ്യത്തില് 300ഓളം പേര് പെടുന്ന യൗവനക്കാരുടെ ഒരു ഗ്രാജുവേഷനില് തന്നെ പ്രസംഗിക്കുവാൻ കോണം വിളിച്ചു. അവൻ വിൻസ്റ്റൺ ചർച്ചില് അവനെ പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്ന് ഭയാനകമായി ഭീതിജനകമായി നിൽക്കുന്ന ഇംഗ്ലണ്ടിനോട് എന്ത് പറയുമെന്ന് അറിയാൻ കഴിയാതെ നിൽക്കുമ്പോൾ അദ്ദേഹം 300 യൗവനക്കാരോട് ഇങ്ങനെ പറഞ്ഞു, അവൻ ഇംഗ്ലണ്ട് പുറകോട്ട് പോകത്തില്ല. അവൻ 40 സെക്കൻഡ് മാത്രം പറഞ്ഞ ഒരു വാക്ക്, അവൻ ആ ഒരു മെസ്സേജില് 300 പേര് എഴുന്നേറ്റു. അവിടെ കടന്നു വന്ന മറ്റു പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് തീരുമാനിച്ചു, ഇംഗ്ലണ്ട് പുറകോട്ട് പോകുന്നില്ല. ഹിറ്റ്ലറുമായി ചർച്ച ചെയ്ത് ഒരു സഖ്യത്തിലെത്തി പരാജയപ്പെടുവാനല്ല, അവൻ ജയിച്ച് മുന്നേറിപ്പോട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അവൻ സുവിശേഷ വിരോധികൾ എഴുന്നേൽക്കട്ടെ, അവൻ എതിർപ്പുകൾ എഴുന്നേൽക്കട്ടെ, ചില ജീവിതങ്ങൾ തകർക്കപ്പെടട്ടെ, ചില രക്തസാക്ഷികളെ മാറ്റപ്പെടട്ടെ. എന്നാൽ ഇന്ന് പകൽക്കാലം പിന്നോട്ട് പോകുവാനല്ല തമ്പുരാൻ നമ്മെ വിളിച്ചത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ മുൻപോട്ട് പോകുവാനാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത ദൈവം നമ്മെ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങളുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഒറീസയിൽ കടന്നു ചെല്ലുമ്പോൾ കോട്ടയം ശാലോ ബൈബിൾ കോളേജ് വെച്ച് ശുശ്രൂഷകൾ ഉൾപ്പെടെ മാസം തോറും 20,000-നും 40,000 രൂപയ്ക്കിടയിൽ യുദ്ധം. ഞാൻ 12 വർഷത്തിന് മുമ്പുള്ള സംഭവങ്ങളാണ് പറയുന്നത്. സഞ്ചരിക്കാൻ 4 വീലറും 2 വീലറും. എന്നാൽ വിശ്വാസത്തോടെ ആരംഭിച്ച വേലയാണ് കർത്താവിന് വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ 500 രൂപ ഒരച്ചായന്റെ സപ്പോർട്ട് മാത്രം ഉണ്ടായിരുന്ന 2 വീലറും 4 വീലറും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും പേഴ്സണൽ കമ്പ്യൂട്ടർ പോലും വിറ്റ് വാടക കൊടുത്തു. മോളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൈസ ചെലവാക്കി. ഒരു ഉരുളക്കിഴങ്ങ് കിട്ടിയാൽ അതെടുത്ത് വെച്ച് രാവിലെ മെഴുക്ക് വെട്ടി വെച്ച് രാവിലെ മോക്ക് റൊട്ടോടുകൂടെ കൊടുത്ത് സ്കൂളിലേക്ക് അയക്കും. 11-12 മണിയാകുമ്പോൾ തിരിച്ചു വന്ന് ബാക്കി മെഴുക്ക് വെട്ടി കൊടുത്ത് മോക്ക് കൊടുക്കും. ചപ്പാത്തിക്ക് പലപ്പോഴും മാവില്ലാത്ത അനുഭവങ്ങൾ, അട്ട മേടിക്കുവാൻ പൈസ ഇല്ലാത്ത അനുഭവങ്ങൾ. ഉച്ചയ്ക്ക് തിളപ്പിച്ച കഞ്ഞിക്കകത്ത് വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ചതച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചു കുടിച്ച 8 മാസത്തെ അനുഭവങ്ങൾ. ദൈവകൃപയാൽ ഇന്ന് 580 ദേവദാസന്മാരിൽ 135 ദൈവദാസന്മാരുടെ കുടുംബങ്ങൾക്ക് സപ്പോർട്ട് കണ്ടെത്തി കൊടുക്കാൻ കർത്താവ് സഹായിച്ചു. 2015 ഒരു ദിവസം അന്ന് എനിക്ക് 23 ദൈവദാസന്മാരേ ഉള്ളൂ. നല്ല ശക്തമായ ചൂടുള്ള സമയമാണ്. വൈഫ് ഇങ്ങനെ പച്ചക്കറി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 2 മിനിറ്റ് ഓടിപ്പോയി ഒരു റൂമിൽ കട്ടിലിന്റെ അടുത്ത് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, 2016 ജൂലൈ 17 പുതിയൊരു മിഷൻ ആരംഭിക്കും. ഓടി വന്ന് വൈഫിനോട് പറഞ്ഞു, ദൈവമക്കളെ, അന്ന് 2016 ജൂലൈ 17 ഏത് ദിവസമെന്ന് എന്റെ കലണ്ടറില്ല. ജൂലൈ 17 ഞായറാഴ്ച. 2016 ജൂൺ മാസം ആകുമ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് എന്റെ ഒരു സ്നേഹിതൻ വിളിച്ചിട്ട് പറയുക, ബീച്ച ഞാൻ ഒറീസയിലേക്ക് കടന്നു വരിക, 12 ദിവസത്തെ അവധി എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, വന്നാട്ട് കുവൈറ്റിൽ നിന്ന് 2 സഭകളിൽ നിന്ന് ടീമുകൾ കടന്നു വരുന്ന അവരോടൊപ്പം യാത്ര ചെയ്യാം. അപ്പോൾ പറഞ്ഞു, വേണ്ട, അവർ പോകട്ടെ, അതിന് ശേഷം ഞാൻ വരാം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ബീച്ചാന് മിഷൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, 23 ദേവാസ്മാർക്ക് സപ്പോർട്ടുണ്ട്. അന്ന് എന്റെ വാടക 4,500 രൂപ കൊടുക്കുന്നുണ്ട്. എനിക്കൊരു ആഗ്രഹം, എന്റെ സപ്പോർട്ട് ഇപ്പോൾ വേണ്ട, മിഷന്മാരില്ലാതെ സപ്പോർട്ട് ചെയ്യുവാൻ. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് ആഗ്രഹം? ഞാൻ പറഞ്ഞു, 2015 14 തൊട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്ന ഒരു ട്രെയിനിങ് സെന്റർ. ദൈവമക്കളെ, 12 പേരുമായിട്ട് ആരംഭിച്ച ഒരു ട്രെയിനിങ് സെന്റർ ഇന്നതിനെ ബദൽ തിയോളജിക്കൽ സെമിനാരിയായി, IPC ജനറൽ കൗൺസിലിന്റെ അംഗീകാരത്തോടെ 35ാമത്തെ സെമിനാരിയായി അംഗീകാരം തന്ന് ഇംഗ്ലീഷ് മീഡിയം, ഒഡിയ മീഡിയം 3 വർഷത്തെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 108 പേർ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുന്ന 52 പേർ പഠിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ജൂൺ മാസത്തിൽ MBA കോഴ്സോടുകൂടി അതിനെ ദൈവം വിശാലമാക്കാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞത്, ഇന്ന് പകൽക്കാലം ദർശനത്തിന് കർത്താവ് അവധി വെച്ചിരിക്കുന്നു. അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഈ പകൽക്കാലം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദർശനം പ്രാപിച്ച കുഞ്ഞുങ്ങളിവിടെയുണ്ട്, അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങളുണ്ട്, ആത്മനിർഭർ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പല സഭകളിലും BBS നടക്കുമ്പോൾ BBS പോലും കടന്നു പോകാതെ റാണി സെന്റർ ക്രമീകരിച്ചിരിക്കുന്ന ഉപവാസ പ്രാർത്ഥന ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ
എനിക്ക് ശബ്ദം അഭിഷിക്ത ദൈവദാസൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഈ പകൽക്കാരനെ മനസ്സിലാകുന്നു, ചില ജീവിതങ്ങളിൽ വേർതിരിച്ചു മാറ്റുന്ന പകല. പകൽക്കാലം മറന്നു പോകരുത്. ടോണി ക്യാമ്പലിങ്ങിന് എഴുതിയൊരു സംഭവമുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ് അവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചതായ ഒരു ക്യാമ്പ്. ആ ക്യാമ്പില് കൈകാലുകൾക്ക് ബലമില്ലാത്ത, മാംസപേശികൾക്ക് ബലമില്ലാത്ത, അവൻ ശരീരത്തിന് അവൻ തന്നെ എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്ന, തല വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ബാലകരുമായി ഒരു മാതാവ് പുറകിൽ വന്നുകൊണ്ടിരിക്കും. 5 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞു. ക്യാമ്പ് കഴിഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങൾക്കും സാക്ഷ്യത്തിനുള്ള സമയമാണ്. ഓരോ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റെന്ന് ലഭിച്ച നല്ല ക്ലാസ്സുകളെ പറ്റി, നല്ല കൂട്ടുകാരെ പറ്റി, അധ്യാപകരെ പറ്റി ഒക്കെ പറഞ്ഞ് സ്റ്റേജിൽ നിന്നും അതാത് സ്ഥാനങ്ങളിൽ പോയിരിക്കുമ്പോൾ സംസാരശേഷി പോലും നല്ലതായിട്ടില്ലാത്ത, തലകൾ വിറച്ചുകൊണ്ടിരിക്കുന്ന, കൈകാലുകൾ വിറച്ചുകൊണ്ടിരിക്കുന്ന, ചുരുണ്ടിരിക്കുന്ന കൈകാലുകളുള്ള ഈ കൊച്ചു ബാലകൻ എന്തോ സംസാരിക്കണം ആഗ്രഹം. മാതാവ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്റ്റേജിലെടുത്ത് വരുമ്പോൾ സംഘാടകർ മൈക്ക് കൊടുത്തപ്പോൾ ഒരു വാക്ക് പറയുവാൻ മെമ്പർ കൊണ്ട കുഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ സ്നേഹിക്കുന്നു. അടുത്ത വാക്കിന് വേണ്ടി മെമ്പർ കൊണ്ടു. അടുത്ത വാക്ക് ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു. ആ കുഞ്ഞ് അത്രയും പറഞ്ഞാൽ തന്റെ സ്ഥാനത്തേക്ക് പോയിരിക്കുമ്പോൾ ആ 300 പേരുള്ള ക്യാമ്പിൽ നിന്നും ഒരു കരച്ചിലുണ്ടായി, ഒരു അനുതാപമുണ്ടായി. ടോണി ക്യാമ്പൽ ഇങ്ങനെ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്, ലോകം കണ്ട ചില മിഷണറിമാരെ, ചില യുവാമ സുവിശേഷകരെ, ചില പാസ്റ്റേഴ്സിനെ, അവൻ കണ്ടിലെ ചില പ്രവാചകന്മാരെ ദൈവം അതിനകത്തു നിർമ്മിപ്പിച്ചു. ഇന്ന് പകൽക്കാലം അവന്റെ കരത്തിൽ കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ യോഗ്യത നോക്കിയല്ല, നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയല്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ദാവീദിന്റെ കവണയ്ക്ക് എന്താണെന്ന് അറിയാമോ? ഒരു പീരങ്കിയുടെ ശക്തിയുണ്ട്. അത് മതി ഗോലിയാത്തിനെ തകർക്കുവാൻ. അവൻ ശിംശോന്റെ കയ്യില് ഒരു കഴുതയുടെ പച്ച താടിയല്ല, അത് മതി. കുന്ന് രണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫെലിസ്ത്യരെ കൊന്നെടുക്കുവാൻ. അവൻ ശീമോന്റെ നാട്യം വെച്ച പടക്, അത് മതി കർത്താവിന് പ്രസംഗപീഠമായി അവൻ കർത്താവ് മാറ്റിയത്. ഇന്ന് പകൽക്കാലം ശമരിയക്കാരത്തെ സ്ത്രീ, പട്ടണത്തിലെ ഏറ്റവും പാപിനിയായ സ്ത്രീ, അവൻ എന്നാൽ ശമരിയ പട്ടണത്തെ സുവിശേഷത്തിന്റെ അവൻ ദൂതമായി ആദ്യം ദൈവം അയച്ചത് ആ സ്ത്രീയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ അവന്റെ കരത്തിൽ കൊടുക്കുന്ന ഉപയോഗിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അവന് ഒത്തിരി അനുഭവങ്ങളുണ്ട് ദൈവമക്കളെ. ഏലിയാവിനെ പോറ്റിയ ദൈവം ഓറീസറുമാണ് ഞങ്ങളെ പോറ്റുക. ഒരനുഭവങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏലിയാവിനെ കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചി കൊടുത്ത ദൈവം 21ാം നൂറ്റാണ്ടിൽ തന്റെ ദാസന്മാരെ പോറ്റുന്നുണ്ട്. വൈതരണി എന്ന് പറയുന്ന നദി ക്രോസ് ചെയ്ത് 2014 അവിടുത്തെ ദൈവദാസന്റെ ഏകമകനാണ് ഏലിയ. 8 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് അവൻ അതിരാവിലെ മരണപ്പെടുവാനിടയിൽ ഒരു പനി വന്നു. അന്നെ വീട്ടിൽ 140-150 കിലോമീറ്ററുകൾ 2 വീലർ യാത്ര ചെയ്യണം. എന്തെങ്കിലും അന്നാകെ 300 രൂപ മാത്രം. വേറെ ദേവദാസൻ ഞങ്ങൾ 2 പേരും പെട്രോൾ അടിച്ച് അല്പം ചില്ലറയുണ്ട്. അതുകൊണ്ട് 73 കിലോമീറ്റർ ഭദ്രക്ക് ഡിസ്ട്രിക്റ്റിൽ എത്തിയപ്പോൾ 2 ചെറിയ, അന്ന് 2 രൂപയ്ക്ക് ഒരു വട കിട്ടും, 2 ഉഴുതവിടെ ഒരു ചായ കുടിച്ച് 1 കുപ്പി വെള്ളവുമായിട്ട് അവൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ മൃതശരീരം കുളിപ്പിച്ചിട്ടില്ല. അവരുടെ കൾച്ചർ അനുസരിച്ച് മഞ്ഞളൊക്കെ ഇട്ട് കുളിപ്പിക്കണം, വെള്ള തുണി ഉണ്ടാക്കണം, ശവപ്പെട്ടി ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്ത് ശവമടക്കിയപ്പോൾ 2 മണി. അവിടുത്തെ കൾച്ചർ അനുസരിച്ച് വെള്ളം, കുടിവെള്ളം നാവ് നനയാൻ അവിടെ നിന്ന് തരത്തില്ല. പിറ്റേ ദിവസം മുതലേ അവർ വെള്ളം കുടിക്കത്തുള്ളൂ. വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ ആരും ഗ്രാമങ്ങളിൽ വേറെ വീടുകളിലേക്ക് കടന്നു പോകണം. എനിക്ക് അതിശക്തമായ ദാഹം. സന്തോഷ് പാസ്റ്റർ പറഞ്ഞ്, സാറേ ഞാൻ വരുന്നില്ല, ഞാനിവിടെ താമസിക്കുക, നാളെ വരാം, ഇന്ന് രാത്രിയുടെ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് നാളെ വരാം. ഞാൻ ഒറ്റയ്ക്ക് വീണ്ടും 150 കിലോമീറ്റർ യാത്ര ചെയ്യണം. അന്ന് ഹൈഡ്രോ പ്രൊജക്ടിന് വേണ്ടി അവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു വള്ളമുണ്ട്, അല്ലെങ്കിൽ ജങ്കാറത്തോട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു ടാർപ്പാളിന് അവൻ നദിയുടെ മറുകരയില് മണലാരണ്യത്തിൽ 4 മുളയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്. നദി ക്രോസ് ചെയ്ത് മറുവശത്ത് നടന്നു ചെന്നിട്ട് വാഹനം എടുത്ത് ഞാൻ വീട്ടിൽ 140 കിലോമീറ്റർ ഓടിച്ചു ചെല്ലണം. നീ മക്കളെ, ശക്തമായ ദാഹം. ആഹാരം കഴിക്കാൻ 1 രൂപ പോലും കയ്യിലില്ല, ഒരു കുപ്പിവെള്ളം മേടിക്കാൻ പൈസയില്ല. മണലാരണ്യത്തിൽ കൂടി, ചുട്ടുപോയ പഴുത്ത മണലാരണ്യത്തിൽ കൂടി ഞങ്ങൾ നടന്നു വരുമ്പോൾ വലിയൊരു കാർമേഘമുണ്ടായി, വലിയൊരു കാറ്റുണ്ടായി. അന്തരീക്ഷം മുഴുവൻ മാറി, കരിയിലകൾ പറന്നുയർന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരു വലിയ മഴ.
ഞങ്ങൾ ഓടിച്ചത് 10-13 പേര് പന്തലിങ്ങനെ വലിച്ചു പിടിച്ച ടാർപ്പാൾ വലിച്ചു പിടിച്ച് ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ ആലിപ്പഴം ഇങ്ങനെ പൊഴിഞ്ഞു ഞങ്ങളുടെ അടുത്ത് വീഴുകയാണ്. ആലിപ്പഴം പറക്കി ദാഹം അകറ്റി സ്തോത്രം. അതിനുശേഷം മഴ മാറി അരമണിക്കൂർ കൊണ്ട് മറുകരയെത്തി. അന്ന് അവിടെ ഉണ്ടായിരുന്ന വാളംപുളി പൊഴിഞ്ഞു വീഴുന്ന സമയം പച്ചപ്പുളി കാറ്റുകൊണ്ട് അതും കണ്ണിമാങ്ങായി പറക്കി തിന്ന് രാത്രി വീട്ടിൽ ചെന്ന് 2 ചപ്പാത്തി കഴിച്ചു. ഞാൻ പറഞ്ഞത് ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. 21ാം നൂറ്റാണ്ടിലും ഞാൻ IPC കുവൈറ്റിന്റെ സൺഡേ സ്കൂളിന്റെ ഒരു മാഗസിനകത്ത് തന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് സാക്ഷ്യം. അവൻ ആലിപ്പഴം കൊണ്ട് തന്റെ ദാസന്മാരെ പോറ്റുന്ന കർത്താവുണ്ട്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം മുമ്പിൽ നമ്മൾ ഒന്നും കണ്ടുകൊണ്ടല്ല വിശ്വാസ ജീവിതത്തോടെ ആരംഭിച്ച വേല. ഇന്ന് പകൽക്കാലം അത് ഒറീസയുടെ മണ്ണിൽ മാത്രമല്ല, അവൻ ഹല്ലേലൂയ ഇന്ത്യയുടെ 28 സ്റ്റേറ്റുകളിൽ കേരളക്കരയിൽ ഒരു ഉണർവായി വ്യാപരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവൻ ഹല്ലേലൂയ 101ാം കൺവെൻഷൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉണർവിന്റെ ദൂരമായി ദൈവം ചിലരുടെ ദേശത്തേക്ക് വിടുവായിരിക്കും. രാവിലെ ഞാൻ വന്നപ്പോൾ എനിക്ക് വലിയ വിഷമമായി. ഇതൊന്നും പോരാ ദൈവമക്കളെ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ദേവാസനോട് ചോദിച്ചു, ഈ ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് ഡെവലപ്പ് ആകണം, ചില ബിൽഡിങ്ങുകൾ ഉയരണം, അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് പോകണം. അടുത്ത വർഷത്തിന് അവൻ കല്ലിലെ കൺവെൻഷന് മുമ്പേ ചില ദൈവ പ്രവൃത്തികൾ റാന്നിയുടെ ദേശത്തുണ്ടാകുവാൻ, അവൻ ഹല്ലേലൂയ സുവിശേഷത്തിന് വേണ്ടി ചില സമർപ്പിക്കപ്പെടുവാൻ. ഞാൻ ഇന്ന് രാവിലെ വന്നിവിടെ ചിന്തിച്ചു, ഒരു 4 നില കെട്ടിടമൊക്കെ ഇവിടെ ഉണ്ടായി, ഒരു ബൈബിൾ കോളേജൊക്കെ ഉണ്ടല്ലോ, റാന്നിക്കാർ ചിലരൊക്കെ ഇവിടെ വചനം പഠിച്ച് ഇവിടെ നിന്നും അവൻ ഇന്ത്യയുടെ മണ്ണിലേക്ക് സുവിശേഷകരായി അവൻ ദൈവം അയക്കുവാൻ ഞാൻ ചിന്തിച്ചു. ദൈവമക്കളെ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ. ദൈവമക്കളെ 33 ആരാധനാലയം പണിയുവാൻ അവൻ കല്ലിലെ സ്വന്തം ഭവനമില്ലായിരുന്നു. 40 വർഷം അമ്മ വീട്ടിലാണ് വളർത്തത്. എന്നാൽ ഹല്ലേലൂയ അവിടെയുള്ള 2 ദേവദാസന്മാർക്ക് അവൻ ഹല്ലേലൂയ ഞാൻ ഭവനം പണിയുന്നതിൽ 2019 ഞാൻ എൻ്റെ അമ്മ വീട് വാങ്ങുന്നത്. അതിനു മുമ്പ് അവരോട് 2016 പറഞ്ഞൊരു ഒരു ഇതുണ്ട്, വാഗ്ദത്വം. ആമേൻ. 2 ഡിസ്ട്രിക്റ്റിലെ ദേവദാസന്മാർ അശോക് കുമാർ ഡിഗാലിനും രോഹിത് പത്രയ്ക്കും ഭവനം പണിയും. ദൈവമക്കളെ 8 സെന്റും 5 സെന്റും സ്വന്തമായി വാങ്ങിച്ചവർക്ക് അവൻ രജിസ്റ്റർ ചെയ്ത് 15 ലക്ഷത്തിന്റെ 2 കോൺക്രീറ്റ് ഭവനങ്ങൾ പണിതതിനു ശേഷമാണ് സ്വന്തമായിട്ട് 1 സെന്റ് വസ്തു വാങ്ങിയത്. അവൻ ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമുക്ക് വിശ്വാസത്തോടെ ചിലത് കൽപ്പിക്കുവാൻ കഴിയണം, ചിലത് സംഭവിപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അവൻ ഹല്ലേലൂയ സുവിശേഷകരായി അവൻ ഭാരത മണ്ണിനെ ഇളക്കി മറിക്കുന്ന ശക്തരായി എഴുന്നേൽപ്പിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നമുക്ക് കാണുവാൻ കഴിയണം. അതിനായിട്ട് ഇന്ന് പകൽക്കാലം കേൾപ്പിച്ചു കൊടുക്കുക. ഒത്തിരി കാര്യം സംസാരിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ എഗസ്കപ്പോസിൽ 37 അനുഗ്രഹിക്കപ്പെട്ട വചനമൊക്കെ തയ്യാറാക്കിക്കൊണ്ട വന്നു. ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഉണർവിന്റെ പടികളെ കുറിച്ച് ആമേൻ അടുത്ത വർഷം കർത്താവ് അനുവദിച്ചാൽ ഈ കൺവെൻഷൻ പദ്ധതി നമുക്ക് വചനങ്ങൾ പണിടയാക്കിയും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ആമേൻ നിങ്ങൾ ഒറീസോർത്ത് പ്രാർത്ഥിക്കുക. ദൈവപ്രവർത്തനങ്ങൾ ഒത്തിരി കാണുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെ 100-150 പിശാചുകൾ ഇറങ്ങിയിരുന്നു വിടുന്നു. ആമേൻ. ഹല്ലേലൂയ. മദ്യപാനികൾ വിടുതൽ പ്രാപിക്കുന്നു. കൈവശ കേസുകൾ ആമേൻ. ഹല്ലേലൂയ. അനേക കേസുകൾ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ അഴിച്ചുവിട്ട് ഒറീസൻ മണ്ണിനെ കർത്താവ് ഉണർത്തിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ഉണർവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. റാന്നി ദേശത്തു നിന്നും വീണ്ടും ദൈവശബ്ദം ഒറീസയുടെ മണ്ണിലെത്തുവാൻ ചിലരെ കൂടെ റാന്നിയിൽ നിന്നും ഒറീസയിലേക്കും ബീഹാറിലേക്കും UP-യിലേക്കും ഗുജറാത്തിലേക്കും അയക്കേണ്ടതായി നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. അതിനെ കർത്താവ് സഹായിക്കേണ്ട സാവകാശം ഒരുക്കി തന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരോടും ആമേൻ കൺവെൻഷൻ സംഘാടകരോട് ഡിസ്ട്രിക്റ്റിന്റെ കർത്താവിന്റെ വിലപ്പെട്ടദാസൻ മറ്റു പ്രിയപ്പെട്ടവര് എല്ലാ വിശുദ്ധ ദൈവദാസന്മാർ ദൈവമക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിലേക്ക് കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഒറീസയെ കുറിച്ച് വളരെ വ്യക്തമായ നിലയിൽ നമ്മോട്